നമ്മുടെ മോർണിംഗ് വ്യൂ നമ്മുടെ വീടിൻ്റെ. അവിടെ ആൾക്കാരെല്ലാം പല്ല് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഇന്നലെ രാത്രി വന്ന് കാണാൻ പറ്റായിരുന്നു. ഇതൊക്കെ നൈസ് വ്യൂ ആണ്. സൂര്യനതിച്ച് ഏകദേശം 8:30 ആയി. ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിതിൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് പ്രോപ്പർട്ടി. ഇവിടെയും റൂമൊക്കെ അവൈലബിൾ ആണ്. ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. താഴെയൊക്കെ തേയിലത്തോട്ടാണ്. അവിടെ ഒരു റൂമിൽ നിന്നൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. ഒരു 3 ഫാമിലിക്ക് ഒരേ സമയത്ത് ഇവിടെ സ്റ്റേ ചെയ്യാം. എൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാഗമൺ ടൗണിനോട് അടുത്ത് തന്നെയാണ് ഏരിയ വരുന്നത്. താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ ചെറുതായിട്ട് കാണാം. ഇതിലിങ്ങനെ ഒഴുകി താഴോട്ടാണ് പോകുന്നത് എപ്പോഴും. പക്ഷേ ഇതിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, വെള്ളം വീഴുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ 9 മണിയാകുമ്പോഴത്തേനും ചേട്ടൻ്റെ കൂടെ ജീപ്പ് ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 8:15 ഇന്നലത്തെ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല രാത്രി എല്ലാവരും കിടന്നപ്പോഴത്തേക്കും ലേറ്റായി. അപ്പോൾ നമ്മൾ രാവിലെ പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും പല്ലൊക്കെ തേച്ച് റെഡിയായി ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി, കുഞ്ഞരിയമ്മൻ്റെ വണ്ടിയാണ്. നമ്മൾ ജീപ്പിൽ ട്രെക്കിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ വീടിൻ്റെ ഓണർ ചേട്ടൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിനെല്ലാം റെഡി ആവുകയാണ്. എല്ലാവരും ഷൂടുമാണ്. ബാക്കി നമ്മൾ റെഡി ആയിട്ടാണ്. എല്ലാവരും ഇറങ്ങുകയാണ്. ഞാൻ നടക്ക് കയറിക്കോ. ജീപ്പ് നിന്റെ മറ്റേ സാധനം ഹാൻഡ് ബാഗ് എടുത്തുണ്ടോ? എല്ലാരും കയറി. ഒരു ജീപ്പ് കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് അരണിമീനെ കണ്ടത്. ഇതൊക്കെയാണോ ഓഫ് റോഡ്?
മറ്റവരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കുന്നത്. സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം. ഇതാണ് ഉളുപ്പുണി വ്യൂ പോയിന്റ്. ഇങ്ങോട്ട് ട്രക്കിങ് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു നമുക്ക്. പക്ഷേ സ്ഥിരം നമ്മൾ വാഗമണ് പോകുന്ന സ്പോട്ടുകളുണ്ടല്ലോ, അവിടെ നിന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് ചേട്ടനെ ജീപ്പിൽ ട്രക്കിങ്ങിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് കയറിയത്. പക്ഷേ 2000 രൂപയാണ്. നമ്മൾ 5 സ്പോട്ടാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ട്രാവലേഴ്സൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ ആളുകൾക്ക് വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിലിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. നമ്മൾ എത്തിയപ്പോഴത്തെ ഏകദേശം 10 മണിയൊക്കെ ആയി. അതിൻ്റെ ചെറിയ ചൂടൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇവിടെ വന്ന് എല്ലാം കാണണം. ഇവിടെ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിൽ ഈ വരുന്ന ഈ ട്രക്കിങ് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. അതാണ് ഇതിൽ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും വരണം. വലിയൊരു പ്രതീക്ഷ എന്നല്ല, നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല കാട്, നല്ല എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല. അങ്ങ് ദൂരെയുള്ള വഴിയുണ്ട്, അതിലെ ജീപ്പ് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ വന്നത്. നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേനും ഇവിടെ വേറെ ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്നായിരുന്നു. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഗൈസ്, അങ്ങ് ആ ലോങ്ങി കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. വെള്ളം കിടക്കുന്ന കാണാം. നമ്മുടെ കാൽവരി മൗണ്ട് എന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന ആ ഏരിയ തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുമ്പോൾ അങ്ങ് പരന്ന് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് നല്ല രീതിക്ക് കാണും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കിടക്കുന്നത്. നമ്മളങ്ങനെ കപ്പക്കാനം വെള്ളച്ചാട്ടത്തിലെത്തി. ഇവിടെ ഒരു ഗുഹയുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് അത് കാണാം. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. വെള്ളം ഒഴുകി ചെന്നാണ് അങ്ങോട്ട് വെള്ളച്ചാട്ടം ആവുന്നത്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ കുളിക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ ഗുഹ, വെള്ളം വരുന്ന ഗുഹ. ഇതിൽ ഇച്ചിരി റിസ്ക് ആയിട്ട് നടന്നു പോവാം. അകത്തുനിന്ന് വീഡിയോ എടുക്കാം. നമ്മൾ ഈ ഗുഹയുടെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. പാറയൊക്കെ വഴി കിടക്കുക.
നമ്മൾ ഇങ്ങനെ പ്രതീക്ഷ വരാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. വെള്ളത്തിൽ ഭയങ്കര തണുപ്പാണ്. അതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. പിടിച്ചു ചവിട്ടി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര ഒച്ചപ്പാടാണ്. കനാലിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ളതാണ് ഈ വെള്ളച്ചാട്ടം, കപ്പക്കാനം വെള്ളച്ചാട്ടം. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇതുപോലെ തന്നെ ഇറങ്ങണം. ഇവിടെയും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ധാരാളം ജീപ്പുകൾ വന്നിട്ടുണ്ട്, ധാരാളം ആൾക്കാരും വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു ഇവിടുത്തെ ട്രക്കിങ്ങും വെള്ളച്ചാട്ടവും ഗുഹകളും ഒക്കെ. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളി വൈബ്. അവിടെ ഇല്ലേ? കുന്നോളെ ആഗ്രഹിച്ചാൽ കുന്നിച്ചിൽ എങ്ങനെ കിട്ടുള്ളൂ. ലാലോടാ ഡൗൺ മൂലമറ്റം ഡൗൺ. ഇതേ കാണുന്ന വഴിയാണ് നമ്മൾ ഇന്നലെ വന്നത്. കയറാൻ പറ്റൂലേ? എടാ ലാല ഒത്തിരി ഇട്ട് പോകണ്ട. പിടിച്ച് കയറി വരാം. ഞാൻ പോയിട്ടൊന്നും പറ്റേ ചേട്ടൻ ചാടുമ്പോ കയ്യൊന്നും വീശി ചാറില്ലാട്ടാ. രണ്ടെണ്ണം ഞങ്ങളിവിടെ ഒരു ഇതിന് മുകളിൽ കയറുന്നതാണ്.
നമ്മളങ്ങനെ സഫാരി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങും. ബാഗൊക്കെ പാക്ക്ഡാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നോർമലി വാഗമണ്ണ് ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ വാഗമണ്ണിൽ പൈൻ വാലി ഫോറസ്റ്റൊക്കെ ഒന്ന് പോകണം. നമ്മൾ വണ്ടി ഇറക്കുകയാണ്. ഇവിടെ ബുക്ക് ചെയ്യാനായിട്ടുള്ള ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. കേട്ടോ, പൈൻ വാലി ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളിവിടെ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ പെയ്യാൻ പാർക്കുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയില്ല. റോഡിൽ കൂടെ നടന്ന് അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ ഉണ്ട്, റേറ്റൊക്കെ നോക്കിയിട്ട്. അവിടേക്കും പറ്റും. നമ്മൾ പൈൻ ഫോറസ്റ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ഷീണിച്ചു. ലാലിന്റെ മുഖത്തൊക്കെ ദയനീയമായ ഭാവം. ക്ഷീണിച്ചോ? മരന്തൊട്ട് കളിക്കാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഒന്നാമത്തെ കാര്യം ഡിസംബർ ആയതുകൊണ്ടും പിന്നെ സീസൺ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല തിരക്കാണ്. പൈൻ വാലി പണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇല കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. വണ്ടി പോട്ടെ. പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. ഇവിടെ കൂവൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാല് ചെരിഞ്ഞ് ആന ചെരിഞ്ഞ തോളി ചിരിച്ച് തോളി ചിരിച്ചില്ല, ചെരിഞ്ഞിട്ടല്ലേ? ചെരിഞ്ഞത് മോഹൻലാല്. സിനിമ നടനാണ് കാണിക്കുന്നത്, സന്ദർഭമാണ് കാണിക്കുന്നത്. മരിക്കാതെ പാട്ട് ഗായകൻ ഗായകൻ വടക്കുന്നാഥൻ. ഗംഗോത്രി ഗംഗ നോക്കി. ആ ഗംഗ ചെരിഞ്ഞു. ഗംഗ ചെരിഞ്ഞ എന്താണോ? ഗംഗ എവിടെ ചെരിയണെന്നോ? ഗംഗേട്ടൻ എവിടെയാ? ഗഗനചാരി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മൊട്ടക്കുന്നുകളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ പൈസ കൊടുത്തുള്ള മൊട്ടക്കുന്നുകൾ ധാരാളം ഉണ്ടെങ്കിലും നമുക്ക് കാശ് കൊടുക്കാതെ കയറാനുള്ള മൊട്ടക്കുന്ന്. ഇവിടെ പേരയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ പേരൊക്കെ പറിക്കാൻ നോക്കിയതാണ്, പക്ഷേ കിളുന്ത് പേര് മാത്രമേ ഉള്ളൂ. ഇതൊരു വഴി കണ്ടു. ഇത് പിന്നെ ഞാൻ പറയാനുള്ളത്, നമ്മൾ പോകുന്ന നോക്കിയ സമയം ഒരു കരടിയുടെ പുലിയുടെ അറ്റാക്കുകൾ ഉണ്ടാവാം. സമയത്ത് നമ്മൾ മണ്ണിൽ കമിഴ്ന്ന് എടുക്കണം. ചത്ത പോലെ കിടക്കണം. ആണെങ്കിൽ നമ്മൾ കളഞ്ഞിരിക്കുന്നു. അത് പറിച്ചു കളഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എനിക്ക് തിന്നണം എന്ന് വിചാരിച്ച് ഞാൻ പറിച്ചതാണ്, പക്ഷെ അത് തിന്നാൻ പറ്റിയില്ല. ഒറ്റയ്ക്കായിരുന്നു ഞാൻ തിന്നേനെ. അവിടെ മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് അറിയത്തില്ല. നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനത്തെ മുട്ടക്കുന്നുകളാണ് കയറാറ്. മുട്ടക്കുന്ന് തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു മരമുണ്ട്.
നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ കയറിയിരുന്നതാണ്. അങ്ങ് ദൂരെ കാശ് കൊടുത്ത ആൾക്കാർ മൊട്ടക്കുന്ന് കയറ്റുന്ന മൊട്ടക്കുന്നുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറച്ചു നേരം ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് വൈബ് അടിച്ചിരിക്കും. അവിടെ ഓരോ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഷ്ണ ഇവിടെ എന്ത് പോസ് ഇടുമെന്നുള്ളത് കൺഫ്യൂഷൻ അടിച്ചിരിക്കണം. ലാൽ ഇവിടെ പടം അതല്ല, ഇവര് കപ്പിൾ ഫോട്ടോ എടുക്കണതിൽ നമുക്ക് വേറെ റോളില്ലല്ലോ, അപ്പൊ ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ട് നമ്മളവിടെ കിടക്കാണ്.